സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, റബീഉൽ ആഖിർ തിങ്കൾ കഴിഞ്ഞിട്ട് ജുമാദിൽ പോലെ തിങ്കളാണ് നാം ജീവിച്ചുകൊണ്ടുള്ളത്. ബഹുമാനപ്പെട്ട ഔസലാദം തങ്ങളെ സ്മരിക്കടെ റബീഉൽ ആഖിർ കഴിഞ്ഞാൽ പിന്നെ പണ്ട തിങ്കളായ ജുമാദിൽ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്മരിക്കടെ മഹാനായിരിക്കട് റിഫായി ഷേഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളവറുകൾ. ബറക്കത്ത് മഹാനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയം ഞങ്ങൾ പഠിക്കണം. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാന്റെ കാലത്ത് ജീവിച്ച് ഏറ്റവും വലിയ ആലിമായിട്ട് തന്നെ ബഹറുത്വാം മുഹമ്മദ് ബിൻ അബ്ദുൽ ബസീർ റളിയല്ലാഹു അൻഹു ചൊല്ലത്, കുലുൽ ഔലിയായി അദറക്ന മുഖാമതഹും, ഔലിയാക്കന്മാരുടെ സ്ഥാനങ്ങളും അങ്ങനെ വിഷയങ്ങളും നമുക്ക് അവിടെ പോലെ നമുക്ക് മനസ്സിലാക്കുക പഠിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഏത് സ്ഥിതിയിലുള്ളാറ് ഏത് സ്ഥിതിയിലെത്തിയാറ് അതും നമുക്ക് പലതുകൊണ്ടും മനസ്സിലാക്കുക സാധ്യമാവും. പക്ഷേ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, ആ തങ്ങൾ അയാളുടെ സ്ഥാനം എവിടെ എത്തിയത്, അയാളുടെ സ്ഥാനം ഏത് സ്ഥിതിക്ക് എത്തിയത്, അയാൾ ഏതൊരു സ്ഥിതിയിൽ ഉണ്ടു ചെന്നിട്ടോ ഞങ്ങളെ കൊണ്ട് മനസ്സിലാക്കുക സാധ്യമാവില്ല. അത്രയും വലിയ സ്ഥിതിയിൽ, ആ അറ്റത്ത് വലിയ സ്ഥിതിയിലാണ് ബഹുമാനപ്പെട്ട മഹാൻ അവർ എത്തിയിട്ടുള്ളേ ചെന്നിട്ടു. മഹാന്റെ കാലത്ത് ജീവിച്ച പണ്ഡിതനാണ് ചൊല്ലി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളെ ചെറിയങ്ങ വലിയങ്ങ ലോകത്ത് എല്ലാ ഭാഗത്തും, പൂർവ്വഭാഗത്തും പശ്ചിമ ഭാഗത്തും, അറബിമാറും അനറബിമാറും എല്ലാമാറും ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളെ നല്ലതുപോലെ ബഹുമാനിച്ചോ എന്ന് ആയിട്ടിക്കടാ. ബഹുമാനപ്പെട്ടവരോട് പോയി സഹായിക്കടെ, ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഇൽമു പഠിക്കടെ, ഇത് ബഹുമാനപ്പെട്ട ജീവിതത്തിൽ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് വേറെ ചില മഹാന്മാർ ചൊല്ലിട്ടുള്ളത്. അതേപോലെ കാന സയ്യിദു അഹ്മദ് ആയതമ്മിൻ ആയാത്തില്ല, അള്ളാഹുയുടെ വലിയൊരു ദൃഷ്ടാന്തമാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ. ചുമ്മ ബഹുമാനപ്പെട്ട മഹാനെ കൊണ്ട് അള്ളാഹു അത്ഭുതം കാട്ടിത്തന്നത്. ദീൻ്റെ നിലനിൽപ്പും അതേപോലെ അള്ളാഹുയുടെ വിഷയം അറിയുകയും അതേപോലെ എല്ലാ എൽമിയായ വിഷയത്തിലും ആൽമാർക്ക് പല നിലക്കുള്ള പാഠങ്ങൾ ബഹുമാനപ്പെട്ട ജീവിതത്തിൽ അള്ളാഹു കാട്ടി തന്നിട്ടുണ്ടാണ്. മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹി തങ്ങളെ മുഅ്ജിസത്താണ് ഉമ്മത്തിങ്ങൾ ഉണ്ടാവണമെങ്കിൽ കറാമത്ത്. അപ്പോൾ ആ കറാമത്ത് റസൂലുള്ളാഹി തങ്ങളെ മുഅ്ജിസത്തായിട്ട് ആ സ്ഥാനം പിടിക്കണമെങ്കിൽ കറാമത്ത് ലോകത്തുള്ള ആൾമാർ അയാളുടെ കാലത്തില മുട്ടത്തെ കാലത്തില കാണാകാവാത്ത വലിയ വലിയ കറാമത്തുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ കണ്ടത്. അതൊക്കെ സമാനമായത് ചിലപ്പോൾ ആ മുട്ടത്തെ കാലത്തിൽ കാണുക സാധ്യമായിട്ടാണ്. ഇത്രയും ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാനാണ് റിഫായി ഷെയ്ഖ്. മുഅ്മിനീങ്ങളെ, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുയുടെ ജീവിതത്തിൽ തന്നെ പഠനത്തിന് വിധേയമാക്കണായ ഒരു ജീവിതമായിരിക്കും. പഠിക്കണം. ഇത്രയും നല്ല സ്വഭാവങ്ങളും മാതൃകായോഗ്യമായ എന്തെല്ലാം നിലക്കുള്ള സമാജ സേവകളടക്കമുള്ള വിഷയങ്ങൾ ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുക സാധ്യമാവും. കറാമത്തുകൾ അല്ലാഹു തആല കൊടുത്ത അത്ഭുതങ്ങൾ ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതത്തിൽ കണ്ടെങ്കത്തെ അത്ഭുതങ്ങൾ എങ്ങനത്തെല്ലായിട്ടിരിക്കും. അതിൽപ്പെട്ട അറിയപ്പെട്ട ഒരു സംഭവമായിരിക്കട് ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് റിഫായി തങ്ങൾ അവറുകൾ ഹിജ്റ 555 വർഷത്തിൽ ഹജ്ജിക്ക് വേണ്ടി പോകണ്ടു. ഹജ്ജിക്ക് പോയിട്ട് മദീനത്ത് പോയിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്താക്കിട്. ഹജ്ജിന്റെ ടൈമിലല്ലേ അണ്ടത്തെ നാൾ അവിടെ ഇന്ന ആൾമാരത്തിലായിട്ട് 90,000 ചില്ലറ ആൾമാരിന്നാറുണ്ടാണ്. 1,00,000 പണ്ട് ആൾമാർ ആ സിയാറത്താക്കി കൊണ്ടിരിക്കുന്ന ടൈമാണ് ഹജ്ജിന്റെ ടൈം. ആ ടൈമിൽ ഷെയ്ഖ് റിഫായി തങ്ങൾ സിയാറത്ത് റസൂലുള്ളാഹി തങ്ങളെ ആ ഹുജ്റത്തു ഷരീഫ് റൗള ഷരീഫിന്റെ മുന്നിൽ വെച്ചിട്ട് സിയാറത്താക്കിട്. മുരീദുമാറും ധാരാളം മുഅ്മിനീങ്ങ പെറൗത്തിൽ നിன்றார். ആമീൻ ചൊല്ലുകയും പലതും നിன்றாർ. എന്നിട്ട് ഹബീബ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ അവറുകൾ റസൂലുള്ളാഹി തങ്ങളെ റൗള നോക്കി ചൊല്ലു, അസ്സലാമു അലൈക യാ ജദ്ദീ, ഓ എൻ്റെ ഉപ്പാപ്പ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, സലാം ചൊല്ലൂ. പാപ്പല്ലേ റസൂലുള്ളാഹി തങ്ങളെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖ് റിഫായി തങ്ങൾ അവറുകൾ. അത്ഭുതമാണ് സഹോദരങ്ങളെ, ഈ സലാം ചൊല്ലലോടുകൂടെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ ആ ഖബറിൽ നിന്നിട്ട് റൗള ഷരീഫിൽ നിന്നിട്ട്
ഒരു ശബ്ദം കേട്ടിട്ട് വഅലൈക്കസ്സലാം യാ വലദീ, ഓ നന്റെ മോനെ, വഅലൈക്കസ്സലാം. ഇത് കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് കൊണ്ടാറ്. ബഹുമാനപ്പെട്ടവരെ സന്തോഷത്തിന് പരിധിയില്ലാത്ത സന്തോഷമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ടൈമിൽ വളരെ സന്തോഷത്തോടുകൂടെ വിനയത്തോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബർ ശരീഫ് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പാട്ട് പാട്ട് ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി ഫഹിയ നായിബതി വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി. ഓ നബി തങ്ങളെ, ദൂരറായത്തിൽ നിന്നാണ് ബഗ്ദാദിൽ ബതീഖ പോലത്തെ റായത്തിൽ നിന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, മദീനയിൽ നിന്നിട്ട് ദൂരത്തെ റായത്തിൽ നിന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നന്റെ റൂഹുടെ നാണ് കൂടെ കടത്തിക്കൊണ്ടിരുന്ന മദീനത്തെ കടത്തിക്കൊണ്ടിരുന്ന മദീനത്തെ ഭൂമിയുടെ ചുംബിച്ചിട്ട് മുത്തിട്ട് ആ റൂഹ് നന്റെ പകരമായിട്ട് പ്രതിനിധിയായിട്ട് വന്നിട്ട് ചുംബിച്ച് പോയോണ്ടിരുന്നത്. ഇപ്പൊ ഇതാ തന്റെ ശരീരമേ നിങ്ങളെ മുട്ട വന്നൊരു നബിയേ, ആയതുകൊണ്ട് ഫംദുദ് യമീനക, നിങ്ങളെ ബലത്തെ കൈയൊന്നു നിങ്ങൾ നീട്ടി തന്നേണ്ടായെങ്കിൽ നന്റെ ചുണ്ടു അതൊക്കൊരു ബറകത്ത് കിട്ടാതെ, നന്റെ ചുണ്ടുകൊരു ഭാഗ്യ കിട്ടാത്തതുണ്ട്. ഒരു ബൈത്ത് പാടലോടുകൂടെ ഫമദ്ദലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ശരീഫത മിൻ ഖബ്രിഹിൽ കരീം. റസൂലുള്ളാഹി തങ്ങളെ ഖബർ ശരീഫിൽ നിന്നിട്ട് ആ തങ്ങൾ തന്റെ കൈദാ നീട്ടി കൊടുക്കടോ. അത്ഭുതമാണ്. അപ്പോഴേ ബഹുമാനപ്പെട്ട ശരീഫായി കിട്ടിയ അവസരം യൂസാക്കിട്ട് റസൂലുള്ളാഹി തങ്ങളെ കൈ ചുംബിക്കണം. മുഅ്മിനീങ്ങളെ, ചൊന്നല്ലേ ലക്ഷത്തോളം പണ്ട് ആൽമാർ ഇത് നോക്കിയോണ്ട് അതൊക്കെ സാക്ഷിയായിട്ടിന്നാറ്. ഈ സലാമും വിഷയങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നാറ്. അതിലും അറിയപ്പെട്ട കാലത്ത് അറിയപ്പെട്ട വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളായ ഷെയ്ഖ് ഹബൂത്ത് ഇബ്നുൽ ഹറാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഷെയ്ഖ് അദിയു ഷാമി തങ്ങളടക്കമുള്ള വലിയ വലിയ ഔലിയാക്കന്മാർ ഈ ഒരു സംഭവത്തിന് സാക്ഷിയായിട്ടിന്നാറ്. ചൊന്നിട്ടോ സവാദുൽ ഐനൈന് പോലത്തെ ധാരാളം കിതാബുകൾ ഷെയ്ഖ് റിഫായി തങ്ങളെ ചരിത്രത്തിലുള്ള കിതാബുകൾ കണ്ട മുഅ്മിനീങ്ങളെ, ഇത്ര വലിയ ഭാഗ്യമാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചതിന് തെളിവല്ലേ അത്? സ്വന്തം സലാം മടക്കിയിട്ട് കൈ ചുംബിക്ക കൊടുക്കുന്നുണ്ടായെങ്കിൽ അതും രഹസ്യത്തിലുള്ള ലക്ഷത്തോളം പണ്ട് ആൽമാരെ സാന്നിധ്യത്തിൽ ഒരു സംഭവം നടക്കുമ്പോ ഇത്ര വലിയൊരു കറാമത്തല്ലേ അല്ലാഹു തആല ഷെയ്ഖ് റിഫായി തങ്ങൾ കൊടുത്തരേ. ഇതുപോലത്തെ എത്ര സംഭവങ്ങൾ വേണം. ബഹുമാനപ്പെട്ട മഹാനവറുകളെ മന്ത്രം കൊണ്ടിട്ടു ബഹുമാനപ്പെട്ടവർ തൊട്ടത് കൊണ്ട് എത്ര വലിയ രോഗങ്ങൾ ശിഫയായ സംഭവമാണ്. എത്ര വലിയ വലിയ രോഗങ്ങളെ ശിഫയാക്കിയ സംഭവങ്ങളുണ്ടോ? ഒരു ഉദാഹരണം വേണ്ടി ചൊല്ലേണ്ടായെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളെ ആ കാലഘട്ടത്തിൽ ജീവിച്ച് അതേ കാലഘട്ടത്തിൽ നടന്നെങ്കിൽ ഒരു സംഭവമാണ്. ഹദ്ദാദിയ ചെന്നിട്ട് ഷെയ്ഖ് റിഫായി തങ്ങളെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് മജ്ലിസാക്കടെ റായമാണ്. അവിടെ ഫാത്തിമ ചൊല്ലൊരു പെണ്ണ്, ആ പെണ്ണിക്ക് കിടവാവൂല. അങ്ങനെ കിടവാണ്ടിക്കുമ്പോ ബേജാറിൽ കുറെ വർഷം കാത്തിട്ട് കിടവാവൂല, മരന്താക്കിയിട്ട് ഫലമില്ല. അങ്ങനെ അയിമ നേർച്ചാക്കിട് നക്ക് അള്ളാഹു ഒരു കിടാവ് തന്നേണ്ടായെങ്കിൽ ആ കിടാവിടെ നാണ് ഷെയ്ഖ് റിഫായി തങ്ങളെ ശിഷ്യന്മാരെ സംഗമിക്കടെ ഹദ്ദാദിയ ചൊല്ലുടെ ഈ ജാഗക്ക് ബണ്ട് ആൽമാർ അങ്ങനെ ഹിദുമത്തുക്ക് വേണ്ടി നാണ് നീക്കി വെക്കടേ എനക്ക് അള്ളാഹു കിടാവ് തന്നെങ്കിൽ നേർച്ചാക്കിട്. അത്ഭുതം എന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളെ പേരിലല്ലേ നേർച്ചയാക്കടെ. അടുത്ത ടൈമിലെ ആ മഹദി ഒരു കിടാവിടെ പ്രസവിക്കുകയോടോ ഗർഭിണിയിട്ട് എന്നിട്ട് പ്രസവിച്ചിട്ട് പക്ഷേ പ്രസവിച്ച് നോക്കുമ്പോ ആ കിടാവുണ്ടല്ലേ ഹദ്ബാവ് ഇങ്ങനെ എന്തായിരിക്കട്ടെ ബഗ്ഗിനടുക്കടെ മുതു ഇങ്ങനെ ബെണ്ടായ പെണ്ണാണ്. അങ്ങനെ കുറെ ടൈം കഴിഞ്ഞിട്ട് തെല്ല് നാല് പോകുമ്പോ കുറെ തിങ്ങളുകൾ കളിയുമ്പോ നടക്കടെ പ്രായമാവുമ്പോ ഒരു 2 വർഷല്ലേ സാധാരണ നടക്കടെ പ്രായമായി നോക്കുമ്പോ ഈ കിടാവ് മുതു ഇങ്ങനെ ബെണ്ടായിട്ടുള്ള കിടാവ് നടക്കുമ്പോ എന്തായിരിക്കട്ടെ വാര നടക്കണമെങ്കിൽ പെണ്ണാണ്. അങ്ങനെ 2 ഐബുല്ലെങ്കിൽ വലിയ ഐബുള്ള പെണ്ണാണ്. ബേജാറോടു മഹദിക്ക് ബേജാറോടു എന്റെ കിടാവ് ഇങ്ങനെ ആയി പോയിത്തല്ലേ. അങ്ങനെ ഒരു നാൾ ആ ജാഗ ഹദ്ദാദിയ ചൊല്ലുടെ ജാഗക്ക്
ഷെയ്ഖ് റിഫായി തങ്ങൾ തന്റെ ശിഷ്യന്മാരെ കാണാൻ വേണ്ടി വരുമ്പോ ഈ മഹദി ആ പെണ്ണിടെ പാടിയിട്ട് ബഹുമാനപ്പെട്ട മഹാന്റെ മുന്നിൽ പോയിട്ട് വെയ്ക്കടേ നണ്ട് ഈ കിടാവിടെ നാം നേർച്ചാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ കിടാവാണോ ഇപ്പൊ നാം വിളിച്ച മുതൽ നിങ്ങളെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ വിലായത്തിന് ആ റസൂലുള്ളാഹി തങ്ങളുമായുള്ള അടുപ്പത്തെ ബറക്കത്ത് കൊണ്ടിട്ട് രണ്ട് കിടാവ് റാഹത്ത് കിട്ടണോ നക്ക് സമാധാനം കിട്ടണോ ചെന്നിട്ട് പുൽപുട്ട് ചൊല്ലുമ്പോ മാനപ്പെട്ടവരെ ഈ കിടാവിടെ നോക്കി പുൽപുട്ട് കൊണ്ടു എന്നിട്ട് ആ കിടാവിടെ മുട്ട വിളിച്ചിട്ട് തൻ്റെ കയ്യിൽ ഇങ്ങനെ ആ കിടാവിടെ മേലും തലയുടെ മേലും മുതിരമേലും കാലിന്റെ മേലും തൊട്ടോ സുബ്ഹാനല്ലാഹ് തലയുടെ മുടിയും പോയിട്ട് ഇന്ന് കിടാവാണ് ഫനബതത് ബിഇദ്നില്ലാഹി ശഅറുഹാ ആ കിടാവിടെ മുടി തിരിച്ചു കിട്ട് എന്നിട്ട് മുതുബെണ്ടായത് സമാവടോ കാലിന് ശക്തി കിട്ട് റാഹത്തുള്ള ഒരു കിടാവായി മാറ് ഇമാമിക കിതാബിൽ എഴുതി വെച്ച ചരിത്രമാണ് ഇങ്ങനെ എത്രയെത്രയോ രോഗങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെ സമാക്കിയ അങ്ങനത്തെ ഒരു കറാമത്തുകൾ കിട്ടിയ ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങൾ ആ തങ്ങളെ ജീവിതം ഇനിയും പഠിക്കണോ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കണോ അങ്ങ് കാട്ടി തന്ന് തെരുവിൽ നടക്കണോ അങ്ങ് ഫാത്തിഹ ഓതിട്ട് ബറക്കത്ത് എടുക്കണോ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും അല്ലാഹു നമുക്ക് തീർത്തു തരുമാറാകട്ടെ അസ്സലാമു അലൈക്കും.